അപ്പോൾ ഗായ്സ് നമ്മൾ രാജേട്ടൻ നമ്മൾ വണ്ടിയൊക്കെ റെഡിയാക്കി തന്നു. അങ്ങോട്ട് നോക്ക് ഗായ്സ്, നമ്മൾ കൊണ്ടുപോയ വണ്ടി തന്നെയത്. സ്റ്റിക്കർ വർക്ക് മാത്രം നമ്മൾ അടിച്ചിട്ടുള്ളൂ. ബാക്കിൽ നോക്ക്, ഒരു ഡൈനോസർ പോലത്തെ എന്തോ ഒരു മനുഷ്യനെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് എന്ന് വെച്ചാൽ KL08BL 8883 അങ്ങനെയാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മളെ വണ്ടി. ഇതാ സീറ്റ് കവർ നോക്കുക. ഒന്നുകൂടി ഇൻറ്റീരിയർ കാണിച്ചു തരാം. നിങ്ങൾ മറ്റേ വീഡിയോയിൽ മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ടാവില്ല. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ കാണും. ഇതാണ് നമ്മളെ ഇൻറ്റീരിയർ. പിന്നെ ഇതാ സൗണ്ട് ബാറൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ബാർ ഫിറ്റ് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമില്ല, നമ്മളിതാ ഉപയോഗിക്കുന്നത് ഇല്ല ഗൈസ്. ഇതാവന് വണ്ടി എടുക്കാം നമുക്ക്. മെല്ലതാ ഈ ഗിയർ ബോക്സ് ഗൈസിന് മെല്ലെ നമുക്ക് വണ്ടി എടുക്കാം. നമ്മുടെ ഈ സിറ്റി ഇത് കറങ്ങാൻ വന്നതാണ് ഗൈസ്. ഇത് രാജേട്ടൻ്റെ സിറ്റിയാണ് ഗൈസ്. രാജേട്ടൻ ഇവിടേക്ക് ഒരു പ്രേതബാധ ഉണ്ട്. നമുക്കൊന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് നോക്കാം ഗൈസ്. പ്രേതബാധ ഉണ്ടോ നോക്കാമല്ലോ നമുക്ക്. ബസ്സിന് കറക്റ്റ് ഗ്യാപ്പാണ് ഗൈസ്. പിന്നെ ഈ ബസ് ഇതാ ഫുള്ളായിട്ട് ഇങ്ങനെ ലാസ്റ്റ് ഇതാ നമ്മളിതാ വണ്ടി നന്നാക്കുന്നൊക്കെ പറഞ്ഞു തരിക. അതൊക്കെ നമ്മൾ ചെയ്തില്ലേ. നന്നാക്കുന്ന രാജുവേട്ടന് ഇപ്പോൾ പറ്റൂല പറഞ്ഞുകൊണ്ട് നമ്മൾ നന്നാക്കിയില്ല. ഇതിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ട് ലൈലാൻഡിന്. അപ്പോൾ അവിടെ കൊടുത്തിട്ട് നമുക്ക് സർവീസ് ചെയ്യാമെന്ന് ഞാൻ കരുതി. പിന്നെ ഈ വീഡിയോ മറ്റേ പാർട്ട് 1 ഞാൻ എന്നോ ഇട്ടതാണ്. എന്നോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പാർട്ട് 1. അപ്പം അത് ഞാൻ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പോണേയാണ്. തട്ടിയോ? ഇല്ല തട്ടില്ല. അപ്പം ഞാനത് സൗണ്ട് റെക്കോർഡ് ചെയ്യാണ്. ഞാൻ വീഡിയോ എന്നോ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴാണ് ഓർമ്മ വരുന്നത്. ആ വണ്ടിക്കാരമ്മ പോക്കാണ് പോണേ. ലൈലാൻഡിൻ്റെ ആയതുകൊണ്ട് ചെറിയൊരു പിടുത്തുണ്ട്. വണ്ടീൻ്റെ ബാക്കാണ് എനിക്കിഷ്ടമായി. ഇതൊക്കെ ഉണ്ടോ ബാക്കിൽ ഇതാക്കണില്ലേ? ബാക്ക് അടിപൊളി സാധനമാണ്. പിന്നെ നമുക്ക് പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്ക്. പാർട്ട് 1 കാണാത്തവർ നേരെ ചാനലിൽ കയറിയിട്ട് പാർട്ട് 1 കണ്ടിട്ട് അതും ലൈക്ക് ചെയ്യുക. തട്ടിയോ? എനിക്ക് ഏകദേശം തട്ടി എന്നൊക്കെ തോന്നി. ഇപ്രാവശ്യം വൈപ്പർ ഇട്ടേക്കാം. വൈപ്പർ ഓണായി. വൈപ്പർ ഓണായി. ചേട്ടാ പൊയ്ക്കോ, എൻ്റെ സ്ഥലം കിടക്കുക. ഈ ബസ്സുകാർക്ക് എവിടെയോ അറിയുണ്ട് വണ്ടി നല്ലോണം. ഇതമ്മ വെറുതെ ഇവിടെ പ്രേതബാധ ഉണ്ടെന്ന് പറയണേ. ഏതാ ടാസ്ക് എടുത്ത സ്ഥലങ്ങളല്ലേ, പ്രേതങ്ങളുണ്ടാവില്ല. പിന്നെ ഈ കൂടെ എടുത്തിട്ട് പോവാം. ഈ കൂടെ പോയാൽ ശരിയാവില്ല. എൻ്റെ മോനെ വണ്ടി താന്ന്. വണ്ടിക്ക് ഒരു തട്ടും കൂടി തട്ടിയിട്ടുണ്ട് ആ ലോറീൻ്റെ അവിടെ. ലോറിക്കാർ അറിയുന്ന മുന്നേ വേറെ ഒരു എസ്കേപ്പ് ആയി പോകും ഗൈസ്. പിന്നെ എൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട്? ഇപ്പോൾ മറ്റേ കിടുകിടാന്ന് പറഞ്ഞ ആ സൗണ്ട് ഇല്ലല്ലോ ഗൈസ്. അതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതാണ് ഗൈസ്. മറ്റേത് ഞാൻ സൗണ്ട് റെക്കോർഡ് ചെയ്യല്ലേ ഗൈസ്. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ സൗണ്ട് ഇടുകയാണ്. അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ സൗണ്ട് റെക്കോർഡ് ചെയ്യാണ് ഗൈസ്. നമ്മളെ ബസ് ഇപ്പം ഞാൻ എന്താ പറയുക സൗണ്ട് ഇടാത്തത്. അപ്പോൾ സൗണ്ട് ഇട്ടാൽ വണ്ടിക്ക് എൻ്റെ ലാപ്പിന് നല്ല പ്രശ്നം വരും ഗൈസ്. ഞാൻ ലാപ്പിലാണ് ഗൈസ് എഡിറ്റ് ചെയ്യുന്നത്. എൻ്റെ ലാപ്പല്ല, എൻ്റെ അച്ഛൻ്റെ ലാപ്പാണ് ഗൈസ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. വണ്ടി കുടുങ്ങി. കുടുങ്ങി ഗൈസ്. പിന്നെ ഇവിടുന്ന് ഫയർഫോഴ്സിനെയൊക്കെ വിളിക്കേണ്ടി വരുമല്ലോ. എൻ്റെ മോനെ വണ്ടി കുടുങ്ങുമോ? ഫ്രണ്ട് ഇട് വണ്ടി, കുടുങ്ങരുത്. നാട്ടിക്കല്ലേ, പുതിയ വണ്ടിയാണ്. പഴയ വണ്ടിയൊക്കെയാണെങ്കിൽ പ്രശ്നം ഗൈസ്. വണ്ടി നാട്ടിക്കും നമ്മളെയൊക്കെ ഗൂഗിളായിട്ട് അവിടെ നിന്ന് കയറിപ്പോകുന്നു. ലൈലാൻഡിൻ്റെ ആയതുകൊണ്ടേക്കും. പിന്നെ വയനാടിൻ്റെ പുതിയ ബസ് അറിയാലോ. അതിൻ്റെ ബോഡി സെഡസ്ത്രേൻ്റെയാണ്. സെഡസ്ത്രേൻ്റെ ബോഡിയുള്ള ഏതെങ്കിലും ബസ് നിങ്ങൾക്ക് അറിയാം, ഏതെങ്കിലും ആപ്പ് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ എനിക്ക് സെഡസ്ത്രേൻ്റെ ബസ്സിൻ്റെ മോഡ് എടുത്തിട്ട് നമുക്ക് വീഡിയോ ഇടാമല്ലോ. വണ്ടി അങ്ങോട്ട് കയറിപ്പോയോ എന്ന് സംശയം. ഇനി അടുത്ത് നമ്മൾ കുറേ ബസ്സുകൾ വാങ്ങി കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്.
പിന്നെ ഇതിൻ്റെ ചേസ് അശ്വിൻ ബ്രോ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ അശ്വിൻ ബ്രോൻ്റെ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അശ്വിൻ ബ്രോ ആരാന്ന്. നമുക്ക് ഈ വണ്ടീൻ്റെ ഒറിജിനൽ അശ്വിൻ ബ്രോ തരുന്ന ലുക്ക് ആ മറ്റേ വീഡിയോ പാർട്ട് 1 കണ്ടവർക്ക് അറിയുള്ളൂ. പിന്നെ രാജുവേട്ടൻ ചോദിച്ച ഇവിടെ കണ്ട വൈപ്പറിൻ്റെ ഉള്ളിലുള്ള ആ ലൈറ്റ് എടുത്ത് കളയണം. കാരണം ആ കളഞ്ഞാലേ ഉള്ളിലേക്ക് ഈ എഡിഷൻ നെയിം അടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതൊന്നും കളയണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം എന്തിനാ ഇറങ്ങി വണ്ടിയുടെ മര്യാദയ്ക്ക്. ഇതിൻ്റെ ബാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ ഇതാണ് നമ്മളെ പ്ലേറ്റ്. ഇതിൻ്റെ ബാക്ക് ഗൈസ് നല്ല വൃത്തിക്കാണ് അത് ചെയ്തേക്കുന്നത്. ഇത് പിന്നെ ഇതാരാ ചെയ്ത്? രാജുവേട്ടനാണ്. രാജുവേട്ടൻ അശ്വിൻ ബ്രോൻ്റെ ഗ്യാരേജിൽ പണിയെടുക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ അശ്വിൻ ബ്രോ തന്നെയാണ് ചെയ്തത്. അതെനിക്ക് ഏകദേശം ഒരു 15,000 അല്ല 22,000 വന്നിട്ടുണ്ട് ഈ സ്റ്റിക്കർ വർക്കിന്. കാരണം നമ്മൾ വെറും സ്റ്റിക്കർ വർക്കല്ലേ ചെയ്തേക്കുന്നത്. നിങ്ങൾ ആ വൈപ്പറിൻ്റെ അവിടെ കണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ വൈപ്പറിൻ്റെ അവിടെ ഒരു റെഡ് ട്യൂബ് കഴിഞ്ഞു. അപ്പം നമ്മൾ മാറ്റിയിട്ട് ഒരു ബ്ലൂ ട്യൂബ് ആക്കിയിട്ടുണ്ട്. അതിന് ഏകദേശം കുറച്ച് പൈസ നല്ലോണം പോയിട്ടുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ പൈസ പോയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല സ്റ്റിക്കർ വർക്ക് ലേസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റിക്കർ വർക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റിക്കർ വർക്കാണ് ഗൈസ് ചെയ്തേക്കുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്കും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി, നമ്മളൊരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാം ഗൈസ് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം തന്നെ. അപ്പോൾ ഓക്കെ, ബൈ.